BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. UDF സർക്കാർ നടപ്പാക്കിയ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി റദ്ദാക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഹർജി നൽകി ബസ് ഉടമ. തൃശൂർ സ്വദേശിയായ ബസ് ഉടമയാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ സമീപിച്ചത്. ഹർജി CCI ഫയലിൽ സ്വീകരിച്ചതോടെ പദ്ധതിയുടെ നിയമസാധുത സംബന്ധിച്ച് പുതിയ നിയമ പോരാട്ടത്തിന് വഴിയൊരുങ്ങിയിരിക്കുകയാണ്. ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റും ബസ് ഉടമകളുടെ കോർഡിനേഷൻ കമ്മിറ്റി സംസ്ഥാന പ്രസിഡന്റുമാണ് ബിബിൻ T. ആലപ്പാട്ടാണ് ഇപ്പോൾ ഹർജിയുമായി CCIയെ സമീപിച്ചത്. KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്രാ പദ്ധതി നടപ്പാക്കിയത് സ്വകാര്യ ബസ്സുകളുടെ മത്സരക്ഷമത ഇല്ലാതാക്കിയെന്നും ഇത് KSRTCക്ക് മാത്രം നേട്ടം ലഭിക്കാൻ ഇടയാക്കിയെന്നുമാണ് ഹർജിയിലെ പരാതി. KSRTC ഓർഡിനറി ബസ്സുകളിൽ മാത്രം സൗജന്യ യാത്രാ പദ്ധതി നടപ്പാക്കിയത് വിപണിയിലെ തുല്യ മത്സര സാഹചര്യത്തിന് വിരുദ്ധമാണെന്നും സ്വകാര്യ ബസ്സുകളുടെ നിലനിൽപ്പിനെ പ്രതികൂലമായി ബാധിച്ചെന്നുമാണ് ഹർജിയിലെ പ്രധാന ആരോപണം. അതേസമയം പദ്ധതി നിലവിൽ വന്നതോടെ വൻതോതിൽ സ്ത്രീ യാത്രക്കാർ സ്വകാര്യ ബസ്സുകളിൽ നിന്ന് KSRTCയിലേക്ക് മാറിയെന്നും ഇത് സ്വകാര്യ ബസ് മേഖലയ്ക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയെന്നും ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി കാരണം ഇതിനകം 750ഓളം സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ചതായും ആയിരക്കണക്കിന് തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യമാണുള്ളതെന്നും ഹർജിക്കാരൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം പ്രിയദർശിനി പദ്ധതി നടപ്പാക്കിയതിനു ശേഷം ഉയരുന്ന പ്രതിസന്ധിയിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു നിയമ പോരാട്ടത്തിന് കളം തെളിയുന്നത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.